ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഇത് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. എന്നിട്ട് ഇതുപോലൊരു സോസ് പാനിൽ കുറച്ച് ബട്ടർ, ഞാനിപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും, അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം ഓയിലിൽ തന്നെ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി അതിൽ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 2 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നല്ല റെഡ് കളറുള്ള നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാം, എന്നാൽ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നല്ല കളർ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. എന്നിട്ട് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഈ സോസ് പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടി ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടി ഇടാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഇടുന്നത്. ഈ ഫ്രഷ് ക്രീം ഇടുമ്പോഴാണ് ബട്ടർ ചിക്കൻ്റെ ആ ഒരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടാൻ. ഈ ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ നോക്കിയപ്പം കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഈ ബട്ടർ ചിക്കൻ്റെ മെയിൻ ഫ്ലേവറായ കസൂരി മേത്തി ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞാനത് ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി മേലിലൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിതിപ്പം ബട്ടൂരൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഞാൻ എന്തും കോമ്പിനേഷനായിട്ട് എടുക്കാം. പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എന്തും ഇതിന് ചേരും. അപ്പോൾ എൻ്റെ ഈ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ, ബൈ.